മുഖ്യമന്ത്രി മാറി നിൽക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ മുഖ്യമന്ത്രിക്ക് മാറി നിൽക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഇപ്പോഴുണ്ട് എന്ന് ഞാൻ കരുതുന്നുമില്ല. ചില സന്ദർഭങ്ങളിൽ അതിശക്തമായ രാഷ്ട്രീയ സന്ദേശങ്ങൾ നൽകാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കൾക്ക് ബാധ്യതയുണ്ട്. അത്തരമൊരു ഉത്തരവാദിത്വം മുഖ്യമന്ത്രി നിർവഹിക്കണം എന്നാണ് എൻ്റെ നിലപാട്. അതുകൊണ്ടാണ് ഈ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കരുത് എന്ന് ഞാൻ പറയുന്നത്. അത് ഞാൻ വിശദീകരിക്കാം. നമുക്കറിയാമല്ലോ, ഇന്നിപ്പോൾ നവോത്ഥാന സമിതിയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ഒരാൾ കൂടിയാണ് വെള്ളാപ്പള്ളി നടേശൻ. എങ്ങനെയാണ് ഈ നവോത്ഥാന സമിതി രൂപപ്പെട്ടത്? നമുക്കൊക്കെ അറിയുന്നത് പോലെ ശബരിമല പ്രക്ഷോഭത്തിൻ്റെ കാലത്ത് 2019 സംസ്ഥാന സർക്കാർ ഒരു നവോത്ഥാന സംരക്ഷണ സമിതിക്ക് രൂപം നൽകുന്നത്. ആ പ്രസ്ഥാനത്തിൻ്റെ മുഴുവൻ പേരെന്താണെന്നറിയാവോ? കേരള നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി എന്നാണ്. നവോത്ഥാന സംരക്ഷണ സമിതി എന്ന് നമുക്ക് വേഗത്തിൽ പറയാൻ വേണ്ടിയിട്ട് ചുരുക്കിയതാണ്. പക്ഷേ നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുക, അത് പ്രചരിപ്പിക്കുക, അത് ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 2019 സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൈയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അങ്ങനൊരു സമിതി രൂപീകരിക്കുന്നത്. ആ സമിതി രൂപീകരിച്ച പശ്ചാത്തലം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശബരിമല പ്രക്ഷോഭകാലമാണ്. എന്താണ് ശബരിമല പ്രക്ഷോഭം? നമുക്കൊക്കെ അറിയാമല്ലോ. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ അനുവദിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി ഒരു വിധി പ്രസ്താവം നടത്തുന്നു. ആ വിധിയുടെ അടിസ്ഥാനത്തിൽ ആ വിധി നടപ്പാക്കാനായി സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നു. പക്ഷേ അതിനെതിരായിട്ട് സംസ്ഥാനത്തൊരു പ്രക്ഷോഭം ഉണ്ടാകുന്നു. അത് വിശ്വാസികൾ തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു പ്രക്ഷോഭമായിരുന്നു. എന്താണ് കേരളത്തിൻ്റെ നവോത്ഥാനം എന്ന് പറയുന്നത്? കേരളത്തിൻ്റെ നവോത്ഥാനം എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള ജാതി അസമത്വങ്ങൾക്കും എല്ലാ തരത്തിലുള്ള ജാതി അസ്വാതന്ത്ര്യങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായിട്ട് വിവിധ പ്രസ്ഥാനങ്ങൾ നമ്മുടെ സമൂഹത്തെ നവീകരിക്കുന്നതിനു വേണ്ടി നടത്തിയ ശ്രമത്തെയാണ് നമ്മൾ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, നവോത്ഥാന കാലഘട്ടം എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ എന്ന് പറഞ്ഞ ആ കവിതാശകലം വ്യക്തമാക്കുന്നത് പോലെ നമുക്ക് തൊട്ടുകൂടായ്മയുണ്ടായിരുന്നു, നമുക്ക് തീണ്ടിക്കൂടായ്മയുണ്ടായിരുന്നു, ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുള്ള ആളുകളുണ്ടായിരുന്നു. അങ്ങനെ ഒരു സമൂഹമായിരുന്നു കേരളം. അവിടെ നിന്ന് മനുഷ്യ സ്വാതന്ത്ര്യത്തിലേക്ക് എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വിവിധ സമുദായങ്ങളിൽ രൂപപ്പെട്ടു വന്ന നവോത്ഥാന പ്രസ്ഥാനങ്ങളാണ് കേരളത്തെ ആധുനിക കേരളമാക്കി മാറ്റിയത്. ആ മൂല്യങ്ങളെ സംരക്ഷിക്കണം എന്നാണ് ഇടതുപക്ഷ സർക്കാർ, ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഒരു സർക്കാർ ചെയ്യേണ്ട കാര്യം തന്നെയാണത്. ഇടതുപക്ഷ സർക്കാർ ആഗ്രഹിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സംരക്ഷണ സമിതി ഉണ്ടായത്. എന്നാൽ ആ സംരക്ഷണ സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വെള്ളാപ്പള്ളി നടേശൻ വരുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാവോ? വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മാഹാത്മ്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല അദ്ദേഹത്തെ നവോത്ഥാന സംരക്ഷണ സമിതിയുടെ ചെയർമാനാക്കുന്നത്. പിന്നെന്താ? അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനം എന്ന് പറയുന്നത് SNDP യോഗമാണ്, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ആ യോഗം എന്ന് പറയുന്നത്, ആ സംഘടന എന്ന് പറയുന്നത് കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ചുക്കാൻ പിടിച്ച സംഘടനയാണെന്നേ. ആളുകൾക്ക് പൊതുവഴി നടക്കാൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്ത സംഘടനയാണെന്നേ. ക്ഷേത്രങ്ങളിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കണം, എല്ലാ ജാതി വിഭാഗങ്ങൾക്കും പ്രവേശനം ഉണ്ടാകണം, എല്ലാ മനുഷ്യർക്കും പ്രവേശനം ഉണ്ടാകണം എന്ന് ആവശ്യപ്പെട്ട് പ്രക്ഷോഭം നടത്തിയിട്ടുള്ള സംഘടനയാണെന്നേ. അങ്ങനെയൊക്കെയുള്ള പ്രക്ഷോഭങ്ങളിലൂടെ കേരളത്തെ ആധുനികവൽക്കരിച്ചൊരു സംഘടനയുടെ പ്രതിനിധി എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനായി വരുന്നത്. അത് ശരിയായ തീരുമാനവുമാണ്. പക്ഷേ ആ സ്ഥലത്തിരുന്നു കൊണ്ട് എന്താണ് അദ്ദേഹം ചെയ്തത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. നവോത്ഥാന മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച് എപ്പോഴും ആ മൂല്യത്തെ ഊട്ടിയുറപ്പിക്കാൻ നമ്മൾ എന്തുകൊണ്ട് ബാധ്യസ്ഥരാകുന്നു എന്നുള്ളതിൻ്റെ കാര്യം ശബരിമല മാത്രമല്ല. നമ്മൾ പല ഉദാഹരണങ്ങൾ കേരളത്തിൽ കണ്ടല്ലോ. കെ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ദേവസ്വം മന്ത്രി ഉണ്ടായിരുന്നു അല്ലേ? ഈ ദേവസ്വം മന്ത്രിക്ക് തൊട്ടുകൂടായ്മ നേരിടേണ്ടി വന്നൊരു സന്ദർഭം മലയാളികൾ മറക്കാൻ പാടില്ലല്ലോ. പയ്യന്നൂർ ഒരു ക്ഷേത്രത്തിൽ പോയപ്പോൾ എന്താ സംഭവിച്ചത്? വിളക്ക് താഴ്ത്തു വെച്ചു കൊടുത്തു. ദേവസ്വം മന്ത്രി കേട്ടോ കെ രാധാകൃഷ്ണൻ. അദ്ദേഹത്തെ തൊട്ടുകൂടാത്ത ഒരു സ്ഥിതി, അതായത് ആചാരത്തിൻ്റെ പേരിലാണത് പറയുന്നതെങ്കിൽ കൂടിയും നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും അത്തരത്തിലുള്ള തൊട്ടുകൂടായ്മകളും തീണ്ടിക്കൂടായ്മകളും ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു ഉദാഹരണമല്ലേ ഈ പറയുന്ന കെ രാധാകൃഷ്ണൻ അനുഭവിച്ച തൊട്ടുകൂടായ്മ. അദ്ദേഹം തന്നെ വളരെ വിഷമത്തോടുകൂടി അത് വെളിപ്പെടുത്തുകയാണല്ലോ ഉണ്ടായത്. അത് മാത്രമല്ലല്ലോ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര ദുരഭിമാനക്കൊലകൾ ആ വിശദീകരണങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനെക്കുറിച്ച് കൃത്യമായ നിലപാട് രാധാകൃഷ്ണൻ അല്ലല്ല, അത് കെ രാധാകൃഷ്ണ നിലപാടാണ്. കെ രാധാകൃഷ്ണ നിലപാടാണ്. കെ രാധാകൃഷ്ണ പറയേണ്ടത്. ഉണ്ണി ബാലകൃഷ്ണൻ അവിടെ പോയിട്ട് അനുഭവിച്ചിട്ടില്ല. കെ രാധാകൃഷ്ണൻ കൃത്യമായിട്ട് പറഞ്ഞതാണ്, ഇങ്ങനെയാണ് സംഭവിച്ചത്. അക്കാര്യത്തിൽ ഞാൻ അവിടെ നിന്ന് തന്നെ പരസ്യമായി പ്രതിഷേധിച്ചു. ഞാൻ അതിന് നിന്നു കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞയാളാണ് കെ രാധാകൃഷ്ണൻ കേട്ടോ. ദേവസ്വം മന്ത്രിയുമായിരുന്നു. രാധാകൃഷ്ണ നിലപാടാണ് ഞാൻ കോട്ട് ചെയ്തിരിക്കുന്നത്, എൻ്റെ നിലപാടല്ല. തന്ത്രി എന്ത് വിശദീകരിച്ചാലും രാധാകൃഷ്ണൻ ഇപ്പോഴും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ്. ഞാൻ ആ രാധാകൃഷ്ണ നിലപാടിനോടൊപ്പമാണ് നിൽക്കുന്നത്. അദ്ദേഹത്തെയാണ് വിശ്വസിക്കുന്നത് ഈ കാര്യത്തിൽ. അങ്ങനെ രാധാകൃഷ്ണനോട് കാണിച്ച ഒരു മാനസികാവസ്ഥയുണ്ട്. അവിടെ തീരുന്നില്ല. ഞാൻ പറയാമെന്നേ, ദുരഭിമാനക്കൊലയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നിരുന്നത്. പാലക്കാട് തെങ്കുറിശ്ശിയിൽ എന്താ സംഭവിച്ചത്? ഹരിത എന്ന് പറഞ്ഞ പെൺകുട്ടിയെ പ്രേമിച്ച് കല്യാണം കഴിച്ചതിന് 88ാമത്തെ വയസ്സിൽ അനീഷ് എന്ന് പറഞ്ഞ പിന്നാക്കക്കാരനെ തല്ലിക്കൊന്നു അല്ലേ? കോട്ടയത്ത് കെവിനെ തല്ലിക്കൊന്നു. എന്താ കാര്യം? പിന്നാക്കക്കാരൻ ദളിത ക്രിസ്ത്യാനിയാണ്, മുന്നോക്ക ജാതിയിലുള്ള ഒരാളെ കല്യാണം കഴിച്ചു. ഇലന്തൂരിൽ എന്താ സംഭവിച്ചത്? ആളുകൾ അനാചാരവും അന്ധവിശ്വാസത്തിലും പെട്ടിട്ട് മനുഷ്യക്കുരുതി നടത്തി. ഏറ്റവും ഒടുവിൽ നെയ്യാറ്റിൻകരയിൽ എന്താ സംഭവിച്ചത്?
ഒരാളെ സമാധിയിരുത്തി ക്ഷേത്രം ഉണ്ടാക്കാൻ നോക്കൂ. ആധുനിക കേരളത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഓർക്കണം. അങ്ങനെ ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള മൂല്യങ്ങൾ ആവർത്തിച്ച് പറയേണ്ടതുണ്ട്, ജനങ്ങളെ ഉത്ഭുതരാക്കേണ്ടതുണ്ട്, ബോധവാന്മാരാക്കേണ്ടതുണ്ട്. നമുക്കിങ്ങനൊരു ചരിത്രമുണ്ട്, നമുക്കിങ്ങനൊരു പാരമ്പര്യമുണ്ട്, നമ്മളത് മഹാസമരങ്ങളുടെ ചരിത്രമാണ്, ആ രീതിയിലാണ് നമ്മൾ ആധുനിക സമൂഹമായിരിക്കുന്നതെന്ന് പറഞ്ഞു ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ളൊരു പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ ഇരുന്നുകൊണ്ടേ മതസ്പർദ്ധയാണ് ഉണ്ടാക്കുന്ന ഒരാൾ. അത് ചെറിയൊരു വീഴ്ചയല്ല. ഞാൻ പറഞ്ഞുതരാം, ഇത് എൻ്റെ അഭിപ്രായമല്ല കേട്ടോ. ഇനി മതസ്പർദ്ധ വെള്ളാപ്പള്ളി നടേശൻ ഉണ്ടാക്കുന്നു എന്നുള്ളത് എൻ്റെ അഭിപ്രായമല്ല. ആദ്യം പറഞ്ഞത് പുന്നല ശ്രീകുമാറാണ്. ആരായിരുന്നു പുന്നല ശ്രീകുമാർ? ഈ സമിതിയുടെ കൺവീനറായിരുന്നു. അദ്ദേഹം കേരള പുലയർ മഹാസഭയുടെ അധ്യക്ഷൻ കൂടിയാണ്, സംസ്ഥാന നേതാവ് കൂടിയാണ്. അദ്ദേഹം ഇറങ്ങിപ്പോയി ആ സമിതിയിൽ നിന്ന്. എന്താ കാര്യം? മതസൗഹാർദ്ദത്തിന് വേണ്ടി ഉണ്ടാക്കിയ സമിതി മതസ്പർദ്ധ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പുന്നല ശ്രീകുമാർ പോകുന്നത്. എന്തായിരുന്നു പിന്നെ വെള്ളാപ്പള്ളി നടേശൻ ആദ്യം ഉന്നയിച്ച വിമർശനം? സംസ്ഥാനത്ത് LDF അടക്കമുള്ള പാർട്ടികൾ രാജ്യസഭാ മെമ്പർമാരെ തീരുമാനിക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതായിരുന്നു ഒരു വിമർശനം. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഹുസൈൻ മടവൂർ വൈസ് പ്രസിഡന്റ് ആയിരുന്നല്ലോ സമിതിയുടെ, രാജിവെച്ച് പുറത്തേക്ക് പോയല്ലോ. എന്തുകൊണ്ടാണെന്നേ മുസ്ലിങ്ങൾക്ക് രാജ്യസഭയിലേക്ക് കൂടുതൽ സീറ്റ് കൊടുക്കാൻ LDF അടക്കമുള്ള കക്ഷികൾ തീരുമാനിക്കുന്നത്? ഈ രാജ്യത്ത് പാർലമെന്റിൽ മുസ്ലിം പ്രാതിനിധ്യം അങ്ങേയറ്റം കുറവാണ്. ഒരു MP പോലും ഇല്ലല്ലോ ഭരിക്കുന്ന പാർട്ടിയായ BJPക്ക് മുസ്ലിങ്ങളിൽ നിന്ന്. ക്യാബിനറ്റിലൊരു മന്ത്രിയില്ലല്ലോ. ഇവിടുത്തെ 20% ജനങ്ങൾ കൂടി ഉൾപ്പെട്ടതാണല്ലോ. ഈ 20% മുസ്ലിങ്ങൾ കൂടി ഉൾപ്പെട്ടൊരു രാജ്യമാണല്ലോ ഇന്ത്യ എന്ന് പറയുന്നത്. അവർക്ക് പ്രാതിനിധ്യമില്ലാത്തതുകൊണ്ട് അത് കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ള അടിസ്ഥാനത്തിൽ തന്നെയാണ് പുരോഗമന പാർട്ടികളെല്ലാം അത്തരത്തിലുള്ള നിലപാടെടുക്കുന്നത്, മതേതര പാർട്ടികൾ ആ നിലപാടെടുക്കുന്നത്. അതിനെയാണ് വെള്ളാപ്പള്ളി നവോത്ഥാന സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലിരുന്നുകൊണ്ട് വിമർശിച്ചത്. ഏറ്റവും കൂടുതൽ മലപ്പുറത്ത് നടത്തിയ പ്രസംഗം എന്താ? ആ മലപ്പുറത്ത് നടത്തിയ പ്രസംഗം എന്ന് പറയുന്നത് വിദ്വേഷ പ്രസംഗമല്ലേ? ഇന്ന് കേരളം മുഴുവൻ അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? അങ്ങനൊരു സാഹചര്യത്തിൽ അങ്ങനെ ഒരാൾ ആ സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്ത് തുടരണോ, അദ്ദേഹത്തെ തുടരാൻ അനുവദിക്കണോ? ഈ രണ്ട് കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഇന്നിപ്പോൾ LDFിൻ്റെ ഘടകകക്ഷികൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. ബിനോയ് വിശ്വം അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറഞ്ഞ എന്താണ്? RSSൻ്റെ ആശയങ്ങളെ വെള്ളപൂശാൻ നിൽക്കുന്ന ഒരാൾ അവിടെ ഇരിക്കുന്നത് ഔചിത്യമല്ല എന്നാണ്. പുതിയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബി ഒരു ഒതുക്കത്തിലൊക്കെ ആണെങ്കിൽ പോലും ഉത്തരവാദിത്വത്തോടുകൂടി സംസാരിക്കണമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണെന്നറിയാമോ? ഒരു കാര്യം മനസ്സിലാക്കേണ്ട. 1992 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർത്തു. ആ ബാബറി മസ്ജിദ് തകർത്തതിനെതിരായിട്ട് ശക്തമായ നിലപാടെടുത്ത പ്രസ്ഥാനം കേട്ടോ SNDP എന്ന് പറയുന്നത്, നമ്മളത് മറക്കരുത്. 1992 അന്ന് ഡോക്ടർ KK രാഹുലനാണ് SNDPയുടെ പ്രസിഡന്റ്, അന്ന് K ഗോപിനാഥനാണ് SNDPയുടെ ജനറൽ സെക്രട്ടറി. അവരെടുത്ത തീരുമാനം എന്താണെന്നറിയോ? ഇത് ഇന്ത്യൻ മതേതരത്വത്തിന് നിരക്കുന്നതല്ല, ഞങ്ങൾ അതിനെ ശക്തമായി അപലപിക്കുന്നു എന്നാണ് SNDP എടുത്ത തീരുമാനം. SNDP എപ്പോഴും അങ്ങനെയാണ്, വളരെ സെക്യുലറായ നിലപാടെടുത്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. അത് മാത്രവുമല്ല, SNDP പിടിച്ചെടുക്കാനൊരു പരിപാടി BJPക്ക് ഉണ്ടായിരുന്നു. SNDP പിടിച്ചെടുക്കാനും NSS പിടിച്ചെടുക്കാനും BJPക്ക് തീരുമാനം ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയും ചെയ്തു. രണ്ടിനും അവർ വിജയിച്ചിട്ടില്ല. പക്ഷേ ഇന്നിപ്പോൾ എന്താ സ്ഥിതി? SNDPയുടെ നേതൃത്വത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന BDJS എന്ന് പറഞ്ഞ പാർട്ടിയെ BJPയുടെ പാളയത്തിൽ കൊണ്ടുപോയി കെട്ടിയിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശൻ. അതിന് മറുപടി പറയണമല്ലോ. ചരിത്രത്തിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഈ കർസേവ തുടങ്ങുമ്പോൾ കർസേവയ്ക്ക് ഇഷ്ടികൾ പിന്നെ അരുവിപ്പുറത്തുനിന്ന് കൊണ്ടുപോകാൻ അനുവദിക്കണമെന്ന് BJP ഒരു ആവശ്യം ഉന്നയിച്ചു. അത് സമ്മതിച്ചില്ല. 92 കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. 92 SNDP അത് സമ്മതിച്ചില്ല. ഇവിടുന്ന് പറ്റില്ല എന്നാണ് പറഞ്ഞത്. ആ രീതിയിൽ കേരളത്തിൻ്റെ മതേതരത്വത്തെ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി ശക്തമായ നിലപാടെടുത്തിട്ടുള്ള ചരിത്രം SNDPക്കുണ്ട്. ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് BDJS ഉണ്ടാക്കിയിട്ട് ആ BDJSനെ SNDP കൊണ്ടുപോയി കെട്ടിയിരിക്കുന്ന എവിടെയാണ്? BJPക്കൊപ്പമാണ്. 2022 നവോത്ഥാന സമിതി ഒരു തീരുമാനം എടുത്തു. എന്താണെന്നറിയോ ആ തീരുമാനം? സംഘപരിവാറുമായി ബന്ധമുള്ള ഒരു സംഘടനകളെയും സമിതിയിൽ ഉൾപ്പെടുത്തേണ്ടതില്ല. എന്നാൽ പ്രതിപക്ഷം, അതായത് കോൺഗ്രസ് അടക്കമുള്ള ഏത് സംഘടനയ്ക്കും ഇതിനകത്ത് അംഗത്വം എടുക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. സംഘപരിവാറുമായി ബന്ധമുള്ള ഒരു സംഘടനയും ഇതിൽ ഉൾപ്പെടുത്താൻ പാടില്ലെന്നാണ്. ശരിയാണ്, SNDP യോഗം ജനറൽ സെക്രട്ടറിയാണ് വെള്ളാപ്പള്ളി നടേശൻ. പ്രത്യക്ഷമായി അദ്ദേഹത്തിനൊരു ബന്ധം പിന്നെ സംഘപരിവാറുമായി ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ 2016 തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ആർക്കൊപ്പമായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ? ഹെലികോപ്റ്റർ എടുത്ത് യാത്ര ചെയ്യായിരുന്നല്ലോ. ആർക്ക് വേണ്ടിയിട്ടാണ് പ്രചാരണം നടത്തിയത്? BDJSന് വേണ്ടിയിട്ടല്ലേ പ്രചാരണം നടത്തിയത്? ആ BDJS ആരുടെ സഖ്യകക്ഷിയായിട്ടാണ് മത്സരിച്ചത്? സംഘപരിവാറിൻ്റെ സംഘപരിവാറിൻ്റെ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് യോജിച്ചുകൊണ്ടല്ലേ മത്സരിച്ചത്? അപ്പോൾ പിന്നെ 2024 തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ എന്തായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ്റെ നിലപാട്? അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ നിലപാടെന്തായിരുന്നു? എല്ലാവരും ഇറങ്ങി ശോഭാ സുരേന്ദ്രന് വേണ്ടിയിട്ടല്ലേ വോട്ട് പിന്നെ ക്യാൻവാസിങ് നടത്തിയത്? അപ്പോൾ അങ്ങനെ വളരെ വ്യക്തമായി സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുകയും അപരമത വിദ്വേഷം പറയുകയും ചെയ്യുന്ന ഒരാൾ നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. അത് സർക്കാർ തീരുമാനിക്കണം. പക്ഷേ അദ്ദേഹം SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. 30 വർഷമായിരിക്കുന്നു. ആ 30 വർഷം തികയ്ക്കുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയാം കേട്ടോ. 2019 ശേഷം SNDPയിൽ ഇലക്ഷൻ നടന്നിട്ടില്ലല്ലോ. പിന്നെ എക്സ്റ്റൻഡ് ആയിട്ടുള്ള സെക്രട്ടറി ആയിട്ടിരിക്കുകയാണെന്നേ. പല കേസുകളിലാണ്. എന്തുകൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പ് നടക്കാത്തത്? 2019 വരെ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട ജനറൽ സെക്രട്ടറിയാണ്. അത് കഴിഞ്ഞുള്ള 6 വർഷം ഉണ്ടല്ലോ. ആ 6 വർഷം എന്ന് പറയുന്നത് പലതരത്തിലുള്ള കോടതി കേസുകളുണ്ട്. ഈ കോടതിയിലേക്കൊക്കെ കേസിന് പോയത് ചെറിയ ആളുകളല്ല കേട്ടോ. ഇന്ന് മലയാളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും മഹാന്മാരായ എഴുത്തുകാരിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള സാനുമാഷാണ് ഹൈക്കോടതിയിൽ പോയത് ഈ പറയുന്ന SNDP ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കേസുമായിട്ട്. അപ്പം അത്തരത്തിലുള്ള വലിയ വാഗ്വാദങ്ങളും തർക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ 30 വർഷം പൂർത്തിയാക്കിയത് എന്ന് പറയുന്നു. എന്തായാലും ഈ സമയത്ത് ഈ പരിപാടിയിലേക്ക് പിണറായി വിജയൻ പോകാനുള്ള
കാരണം എന്താ? 2024 തെരഞ്ഞെടുപ്പാണ്. 2024 തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ഇഴവ് വോട്ടുകൾ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്ന CPM-ഉം CPM-ന്റെ നേതൃത്വവും 2026 ആ വോട്ട് ബാങ്കിനെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ പിണക്കാൻ കഴിയില്ല. വെള്ളാപ്പള്ളി നടേശനാണ് ആ സമുദായത്തിൻ്റെ നേതാവ്. അദ്ദേഹത്തെ പിണക്കാൻ കഴിയുന്ന ഒരു നീക്കവും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. പക്ഷെ ഞാൻ പറയുന്നത് ചില രാഷ്ട്രീയ സന്ദർഭങ്ങളിൽ ഉത്തരവാദിത്വത്തോടുകൂടി ശക്തമായ സന്ദേശം നൽകാൻ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വങ്ങൾ തയ്യാറാകണം. ഇത് തെറ്റാണ് എന്ന് പറയാൻ പിണറായി വിജയൻ അമാന്തിക്കേണ്ട കാര്യമില്ല. കാരണം കേരളം ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനകളെ അങ്ങ് വിഴുങ്ങുന്നവരല്ല. കേരളത്തിലെ സമൂഹത്തിന് ഇപ്പോൾ നന്നായി മനസ്സിലായിട്ടുണ്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം, എന്താണ് അദ്ദേഹം ഉന്നം വയ്ക്കുന്ന ലക്ഷ്യം. ഈ കാര്യങ്ങളെക്കുറിച്ച് ഉത്തമ ബോധ്യമുള്ള കേരളത്തിലെ ജനങ്ങളെ വീണ്ടും വിശ്വാസത്തിലെടുത്തുകൊണ്ട് പിണറായി വിജയൻ ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കാവുന്നേ ഉള്ളൂ. 30 വർഷം പൂർത്തിയാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം SN ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്കും SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്കും ഒരേ സമയം 30 വർഷം പൂർത്തിയാക്കുക. അതും വളരെ അപൂർവമായിട്ടുള്ളൊരു ഭാഗ്യമാണ് കേട്ടോ. കാരണം വെച്ചാൽ കുമാരനാശാനേക്കാൾ കൂടുതൽ കാലം SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കാൻ വെള്ളാപ്പള്ളി നടേശന് കഴിഞ്ഞു. R. ശങ്കർ മാത്രമാണ് കേട്ടോ, തലമുതിർന്ന നേതാവായിരുന്ന R. ശങ്കർ മാത്രമാണ് SN ട്രസ്റ്റിൻ്റെയും SNDP യോഗത്തിൻ്റെയും ഒരേ സമയം ജനറൽ സെക്രട്ടറി ആയിരുന്നിട്ടുള്ളത്. അതിനുശേഷം ആ പദവിയിലെത്താനും അത് തുടരാനും കഴിഞ്ഞിട്ടുള്ള ആളാണ് വെള്ളാപ്പള്ളി നടേശൻ കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അദ്ദേഹത്തെ ആദരിക്കുമ്പോൾ ഈ രാഷ്ട്രീയ ഒരു പ്രശ്നമാണെന്നേ. ചില സന്ദർഭങ്ങൾ ഞാൻ ആവർത്തിച്ചു പറയുന്നു, ശക്തമായ രാഷ്ട്രീയ സന്ദേശം നൽകണം. ആ രാഷ്ട്രീയ സന്ദേശം മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പിന്നെ മറ്റൊന്നും നോക്കാനില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് പിണറായി വിജയൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ശരിയായ ഒരു രീതിയല്ല എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. പക്ഷേ പിണറായി വിജയൻ പങ്കെടുക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അതൊരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ്. ആരെയും പിണക്കാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് അത്തരമൊരു രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പങ്കെടുക്കുമെങ്കിൽ കൂടിയും അതൊരു നല്ല സന്ദേശമായിരിക്കില്ല. മറിച്ച് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ മാറി നിൽക്കുക എന്ന് പറയുന്ന അതിനേക്കാൾ ശക്തമായ സന്ദേശം നൽകുമായിരുന്നു എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന പ്രായം പങ്കെടുക്കേണ്ടതല്ല എന്നാണ്. എന്നാൽ പങ്കെടുക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയവുമില്ല. Meet the editors.